ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കാവ്യസപര്യായി സമർപ്പിച്ച ശ്രീമദ് നാരായണീയം നാരായണീയ മധുരമായി നാം വീണ്ടും ഭഗവത് പാദങ്ങളിൽ ഭക്തജനങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ നാരായണീയ മധുരത്തിൻ്റെ 48ാമത്തെ ദിവസമാണ്. 5ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ മലയാള പരിഭാഷയും വ്യാഖ്യാനവും ഒക്കെ നമുക്ക് അനുസ്മരിക്കാം. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതാവീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാസ്വയം. മായാത ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. ഏവം ദ്വിപരാർദ്ധകാലവിഗതൗ ച ത്വയി സൃക്ഷാത്മികാം ഈക്ഷാം ബിഭ്രാണേ ത്രിഭുവനീഭാവായ മായാ സ്വയം ചുക്ഷുഭേ. മായാത ഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവഃ അപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ തസ്യാ
സഹായക്രിയാം വിദധു. ഏവം ദ്വിപരാർത്ഥകാല വിഗതൗ ച. ഇങ്ങനെ 2 പരാർത്ഥം സംവത്സരങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ബ്രഹ്മാവിൻ്റെ കാലഗതി ദ്വിപരാർത്ഥാണ് എന്ന് പറയാറുണ്ട് അല്ലേ? ആ സന്ദർഭത്തിൽ ത്വയി ശുശ്രൂഷാത്മികാം, അങ്ങയുടെ ആ ശുശ്രൂഷാസ്വരൂപത്തിലുള്ള ഈക്ഷാം ബിഭ്രാണേ, ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുവാനായപ്പോൾ മായാ ത്രിഭുവനീഭാവായ മായാ സ്വയം ചുക്ഷുഭേ, ഭുവനത്രയം ആയിത്തീരാൻ വേണ്ടി മായ തന്നെത്താൻ ശോഭിച്ചു. ആദ്യം എങ്ങനെയായിരുന്നു? അനക്കമില്ലാതെ ലയിച്ചു ചേർന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഭഗവാന്റെ ഈക്ഷണം കൊണ്ട്, ആ നോട്ടം കൊണ്ട് മായ തന്നെത്താൻ ശോഭിച്ചു. മായാതഃ ഖലു, ആ മായയിൽ നിന്ന് തന്നെ കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവഃ അപിച പ്രാദുർഭൂയ. കാലം എന്ന ശക്തി നമ്മൾ പറഞ്ഞു, സുകൃത ദുഷ്കൃത രൂപമായിരിക്കുന്ന കാലശക്തി, കാലാഖ്യശക്തി, കാലശക്തി, പിന്നെ എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ, ഗുണങ്ങളെ വികസിപ്പിച്ചു. ഗുണങ്ങൾ അടങ്ങിയിരിക്കുകയായിരുന്നു, ഇപ്പം ആ ഗുണങ്ങളെ, ത്രിഗുണങ്ങളെ വികസിപ്പിച്ചു. സത്വരജോ ഗുണം, അതേപോലെ തമോ ഗുണം, സത്വരജസ് തമോ ഗുണങ്ങളെ, അതിനൊക്കെ വികാസ്യ വ്യാപനശീലമുള്ളവയാക്കിയിട്ട് തസ്യാം സഹായക്രിയാം വിദധു, ആ മായയ്ക്ക് സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു എന്നാണ്. ചില്ലീലാരതി, അപ്പോ ചില്ലീലാരതിയെ എയ്യുവാനായി പരമാനന്ദ പ്രകാശാത്മാവായി ശേഷിച്ച അവസ്ഥയിൽ ഭഗവാൻ പരാർത്ഥം അല്ലെ, 18 സ്ഥാനങ്ങളുള്ള സംഖ്യയാണ് പരാർത്ഥം. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി, അങ്ങനെ അല്ലേ? അങ്ങനെ 18 സ്ഥാനങ്ങളുള്ള സംഖ്യയാണ് അത്രേ പരാർത്ഥം എന്ന് പറയാം. അപ്പോ അങ്ങനെ ശുശ്രൂഷ, സൃഷ്ടിപ്പാനുള്ള ഇച്ഛ, ഈക്ഷ, ഈക്ഷണാഖ്യക്രിയ, ഈക്ഷണം എന്നുള്ള ക്രിയ, നോട്ടം, അങ്ങനെ ഈ 3 ഭുവനങ്ങളുടെയും സമാഹാരം, കാണപ്പെടാത്തത് അദൃഷ്ടം. ഇപ്പൊ സുഹൃതത്തെയും ദുഷ്കൃതത്തെയും നാം അദൃഷ്ടം എന്ന് പറയാറുണ്ട്. നമുക്ക് കാണാൻ സാധിക്കില്ല, അത് അനുഭവതലത്തിൽ മാത്രം വരുന്നതാണ്. ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ മലയാള പരിഭാഷ. ഏവം ച ദ്വിപരാർദ്ധകാല വിഗതാ വീക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം. മായാത ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യ സഹായക്രിയാം. 2 പരാർത്ഥം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഭവാൻ ശുശ്രൂഷസ്വരൂപിയായി മായ ക്ഷോഭിച്ചു. മായാശക്തിയിങ്കൽ നിന്നും കാലശക്തി തെളിഞ്ഞു പോയി മായയ്ക്കു സഹായമായി ത്രിഗുണങ്ങളും. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ രാധേ ശ്രീകൃഷ്ണ ശ്രീവാതനാഥ. സർവത്ര
നാരായണ നാമ സങ്കീർത്തനം നാരായണ നാരായണ നാരായണ.